അവൾ ഇങ്ങോട്ടല്ലേ വരുന്നത്. ഒരു രീതിയിൽ അവൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ മഹിയല്ലേ അമ്മേ? നിധി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കൃത്യം മഹി അത് കേട്ടുകൊണ്ടായിരുന്നു അങ്ങോട്ട് വന്നത്. മഹിയെ കണ്ടതും രണ്ടുപേരും മിണ്ടാതെ ഇരുന്നു. പദ്ധതി പതറിപ്പോയ ദേഷ്യത്തിൽ കൂടിയായിരുന്നു അവൻ. ഒപ്പം ഇതുകൂടി കേട്ടപ്പോൾ, എൻ്റെ അച്ഛനെ ഓസി ജീവിക്കാനല്ലേ എല്ലാം ഇങ്ങോട്ട് വന്നത്. ഇത് മുഴുവൻ എൻ്റെ കൂടിയാണ്, അവൻ അവരോട് പറഞ്ഞു. രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല. മിണ്ടാതെ പതിയെ അവിടെ നിന്നും ഒഴിവായി. കാണിച്ചു തരാടി നിന്നെ ഞാൻ. എന്നെ കെട്ടുന്ന ആ നിർഭാഗ്യ നീ തന്നെ ആയിരിക്കും നിധി, അവൻ മനസ്സിൽ പറഞ്ഞു. ദിവസം കടന്നു പോകുന്തോറും മഹിയുടെ വേവലാതി കൂടിക്കൊണ്ടിരുന്നു. ആ പെണ്ണിനെ നീ തന്നെ കെട്ടേണ്ടി വരും. മനീഷ് ഒരു ഗ്ലാസ് മദ്യം കൂടി വലിച്ചു കുടിച്ചു. പട്ടി, നീ എന്താടാ പറഞ്ഞത്? മഹി കയ്യിൽ പിടിച്ചിരുന്ന ജില്ല് ഗ്ലാസ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെ നേരെ മനീഷിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ കയറി പിടിച്ചു. എന്നെ വിടടാ മഹി, എനിക്കെൻ്റെ നിധിയെ മതി, മനസ്സിലായോടാ? നാളെ കല്യാണം നടക്കാൻ പോകുകയാണ്. ഒരു ദിവസം കൊണ്ട് നീ എന്ത് ചെയ്യാൻ പോകുവാണ്? അതോർത്ത് നീ വിഷമിക്കേണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. കേട്ടോടാ പട്ടി. മഹി, എന്നെ അങ്ങനെ വിളിക്കരുത്. വിളിച്ചാൽ നീ എന്തു ചെയ്യും? എൻ്റെ എച്ചില് തിന്നുന്ന പട്ടി. മഹി ആകെ പൂസായിരുന്നു. അവന് സ്വബോധമില്ലായിരുന്നു. നീ എന്താടാ പറഞ്ഞത്? മനീഷിനെ മഹിയുടെ ആ വർത്തമാനം ശരിക്കും ചൊടിപ്പിച്ചു. പിന്നെ രണ്ടും കൂടി ആ ബാറിൽ കിടന്ന അടിയായി. വീട് മുഴുവൻ ആളും ബഹളവുമായിരുന്നു. ആദ്യം ശാന്തിയുടെ അല്ലേ നടത്തേണ്ടത്? അങ്ങനെയല്ലേ നാട്ടു നടപ്പ്? മുത്തശ്ശിയുടെ കുടുംബക്കാർ മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. അവരെ ഓരോന്ന് കൂടി സംസാരിക്കുന്നതിനിടയിൽ ഒരു സ്ത്രീ ഈ വിഷയം അവിടേക്ക് എടുത്തിട്ടു. ഇത് കേൾക്കാൻ നോക്കി നിൽക്കുകയായിരുന്നു അവിയുടെ അമ്മയും. അങ്ങനെ പറയാൻ ആരെങ്കിലും വന്നല്ലോ. അവർ പതുക്കെ അവരോടൊക്കെ പറഞ്ഞു. ഷീല എല്ലാവർക്കും കുടിക്കാൻ ചായ കൊടുക്കുന്ന ജോലിയിലായിരുന്നു. അവരെല്ലാം കൂടി അവളെ അടുത്ത് വിളിച്ചു. എടി, ഇങ്ങ് വന്നേ. അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു. ചായ വേണോ? എൻ്റെ ഷീല, ഇത് എത്ര നേരത്തെ വേണമായിരുന്നു. എന്ത് ചായയോ? ഓ, കല്യാണം. അതേ ഷീലേ, ശാന്തിയുടെ കഴിഞ്ഞു പോരായിരുന്നോ? എവിടെയെങ്കിലും രണ്ടാമത്തവളെ ആദ്യം കെട്ടിച്ച് വിടുവോ? അവരെല്ലാം ഓരോന്ന് ചോദിച്ചു. മറുപടി കൊടുക്കാൻ താല്പര്യമില്ല എന്ന ഭാവത്തിൽ ഷീല അവിടെ നിന്നും മാറി. ഈ ആലോചന വന്നതിൽ പിന്നെ രണ്ടും നിലത്തൊന്നുമല്ല. പിന്നെ പറ്റിയ ചെക്കനല്ലേ. ഇവിടെയും ആഘോഷമായിരുന്നു. ഗോമതി പറഞ്ഞു പണിയിപ്പിച്ച 2 മാലയുമായി ആഭരണ കടക്കാരൻ രാത്രി അവിടേക്ക് എത്തിയിരുന്നു. നാളെ 2 വധുവിനും നൽകാൻ പ്രത്യേകം പണിയിപ്പിച്ചതായിരുന്നു. ഒന്ന് കാണിക്കാൻറ്റി പ്ലീസ്. ഇല്ല ആൻറ്റി പ്ലീസ്. ഇല്ല എങ്കിൽ വേണ്ട. ശാരിയുടെ കാണിക്ക്. രണ്ടും കാണിക്കില്ല. ഒന്ന് കാണിക്കാൻറ്റി. എനിക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാലോ. അതെന്തായാലും വേണ്ട നിധി, ഞാൻ തന്നെ നാളെ തന്നോളാം 2 പേർക്കും. ഒരേ വിലയുള്ളതാണോ ചേച്ചി? ശാലിനി ചോദിച്ചു. എന്താ ശാലിനി അങ്ങനെ ചോദിച്ചത്? അല്ല ചേച്ചി, വെറുതെ. എനിക്കിവർ 2 പേരും ഒരുപോലെയാണ്. ശാലിനിയുടെ മുഖം ഗോമതി അത് പറയുമ്പോൾ തെളിഞ്ഞിരുന്നില്ല. മഹിയുടെയും മനീഷിൻ്റെയും വഴക്ക് കയ്യാങ്കളിയിലേക്ക് പോയിരുന്നു. ബാറുകൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ചേട്ടാ, എങ്ങോട്ടാ പോകുന്നത്? കാറിൻ്റെ താക്കോലെടുത്ത് ധൃതിയിൽ വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയ ഗോപൻ്റെ അടുത്തേക്ക് നിധി ഓടി വന്നു. ഞാനും കൂടി വരട്ടെ? എങ്ങോട്ട്? പോയി കിടന്നുറങ്ങ്. ചേട്ടൻ എവിടെ പോകുവാണ്? ഒരത്യാവശ്യമുണ്ട്. എന്തത്യാവശ്യം? ഒരത്യാവശ്യം. അവൻ അത്രയും പറഞ്ഞു നിർത്തി വേഗം കാറിലേക്ക് കയറി. എടാ, ഇത് എങ്ങോട്ടാ? ഷീല അവിടേക്ക് വന്നു. അവൾ കാറിൻ്റെ അടുത്തേക്ക് ചെന്നു. എവിടെ പോകുവാടാ? വന്നിട്ട് പറയാം. എടാ, മഹി എവിടെയാണെന്ന് അറിയാമോ? അവൻ്റെ കാര്യത്തിനാണ് പോകുന്നത്. അച്ഛനോട് പറയണ്ട, ഗോപൻ പതിയെ പറഞ്ഞു. അവനെന്തോ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടെന്ന് ഷീലയ്ക്ക് മനസ്സിലായി. അവൻ എന്ത് പ്രശ്നമാടാ ഉണ്ടാക്കിയത്? ഷീല ഉറക്കെ ചോദിച്ചു. നിധി അത് കേട്ടു. അവൻ അമ്മയൊന്ന് നോക്കി. പിന്നെ കൂടുതലൊന്നും പറയാതെ അവിടെ നിന്നും പോയി. മഹി എന്തോ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്, അതാണ് കാര്യം. അവളെ വിളിച്ചു പറയാം. നിധി ആലോചിച്ചു. ഷീല തിരികെ കയറി വന്നു. അമ്മേ, എനിക്ക് ശാരിയുടെ നമ്പർ തരാമോ? എന്തിനാ ഇപ്പോൾ? വെറുതെ വിളിക്കാൻ. നല്ലതാണ് മോളെ അത്. വാ, ഞാൻ തരാം. ഫോൺ എൻ്റെ മുറിയിലാണ്. വരാം അമ്മേ. നീ എന്നെ തല്ലിയല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. പോടാ. സ്വന്തം കല്യാണം പോലും ഇഷ്ടത്തിന് കഴിക്കാൻ പറ്റാത്ത നീ എന്നെ എന്ത് ചെയ്യാനാടാ? എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് നീ എത്ര ധൈര്യമുണ്ടെങ്കിൽ? വെറുതെ അല്ലല്ലോ, പറഞ്ഞ ജോലി ചെയ്തിട്ടല്ലേ. ആ പെണ്ണിനെ കൊല്ലാൻ നീ ചെയ്തതാണ് ആ തീപിടുത്തം എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞാലുണ്ടല്ലോ, അതോടെ തീർന്നടാ നീ. അന്ന് നിന്നെ ഞാൻ തീർക്കും. ഞാൻ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാടാ. നിന്നെ ഞാൻ ജയിലിൽ കയറ്റും. കൂടെ നീയും കാണൂടാ. എനിക്ക് ആ കെമിക്കൽ കൊണ്ടുവന്നത് നീയല്ലേ. എൻ്റെ കൂടെ നീയും കാണും. പരിസരബോധമില്ലാതെ 2 പേരും ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. നീ കൊലയാളിയാടാ, കൊലയാളി. മനീഷയെ നിർത്തിക്കോ. കൊലയാളി, ക്രിമിനൽ, ഒരു പെണ്ണിനെ കൊല്ലാൻ നോക്കിയവൻ, ചതിയൻ. നിന്നെപ്പോലെ ഒരുത്തനെ കിട്ടുന്നതിലും ഭേദം. നിന്നോട് വീണ്ടും കയ്യാങ്കളി തുടങ്ങി. ആരൊക്കെയോ പിന്നെയും പിടിച്ചു മാറ്റി. ഞാൻ ചാരുകയുടെ വീട്ടിൽ പോകുക മഹി. സത്യം ഞാൻ എല്ലാം അവരോട് പറയും. നീ അവളെ കൊല്ലാൻ വേണ്ടി സാരിയിൽ തീ പിടിപ്പിച്ചതാണ് എന്ന് ഞാൻ എല്ലാവരോടും പറയും. എന്നിട്ട്? മനീഷ് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ഗോപനെ കണ്ടത്. അതോടെ അവൻ്റെ വഴക്കം തീർന്നു. എന്നിട്ട് നീ എന്ത് ചെയ്യുവടാ? പറയടാ, മഹി ചോദിച്ചു. ചാരികയുടെ ഫോൺ റിങ് ചെയ്തു.